ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ പോളിഗൺ എന്ന ചാപ്റ്ററിലെ 3 ക്ലാസ്സുകൾ ഫിനിഷായി. ഈ ക്ലാസ്സുകളെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നിതാ വീണ്ടും 4ാമത്തെ ക്ലാസ്സുമായി വന്നിട്ടുണ്ട്. നമുക്ക് പേജ് നമ്പർ 54-ലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അതിലെ ഒരു ക്വസ്റ്റ്യൻ, ആദ്യത്തെ 1ാമത്തെ ക്വസ്റ്റ്യൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇന്നിപ്പം സെക്കൻഡ് ക്വസ്റ്റ്യൻ മുതലുള്ളത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചല്ലോ. എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? ഇവിടെ SR എന്ന് പറയുന്ന ലൈനും PQ എന്ന് പറയുന്ന ലൈനും RS എന്ന് പറയുന്ന ലൈനും എന്താണ്? പാരലൽ ആണ്. അതുകൂടാതെ ഇവിടെ P എന്ന ആംഗിളും ഈ R എന്ന് പറയുന്ന ആംഗിളും എത്രയാണ്? തന്നിട്ടുണ്ട്. 110ഉം 50ഉം തന്നിട്ടുണ്ട്. ഇതാണ് ആകെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇൻഫർമേഷൻ. പക്ഷെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ ക്വാഡ്രിലേറ്ററിന്റെ എല്ലാ ആംഗിൾസും ഫൈൻഡ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് അറിയുന്ന ഒരു പ്രോപ്പർട്ടി, നമ്മൾ 7th സ്റ്റാൻഡേർഡ് പഠിച്ച ഒരു പ്രോപ്പർട്ടിയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഇഫ് എ ലൈൻ കട്ട് എ പെയർ ഓഫ് പാരലൽ ലൈൻസ് ദെൻ ദർ വിൽ ഫോം 8 കറസ്പോണ്ടിങ് ആംഗിൾസ്. നമ്മൾ പഠിച്ചിട്ടില്ലേ 8 കറസ്പോണ്ടിങ് ആംഗിൾസ്? ഏതൊക്കെയായിരുന്നു ആ കറസ്പോണ്ടിങ് ആംഗിൾസ്? ഒരേ ഷേപ്പിൽ വരുന്ന, നോക്കിക്കോളെ, ഈ ആംഗിളും ഈക്വൽ ആണ്. ഞാനിവിടെ പേര് കൊടുക്കുകയാണ് എ. ഓക്കെ, അതേപോലെ ഇവിടെ ഈ ആംഗിളും ഈക്വൽ ആണ്. ബി എന്ന് കൊടുക്കുകയാണ്, മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ഇവിടെയുള്ള ഈ ആംഗിളും ഈക്വൽ ആണ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വേറെ കളർ ഉപയോഗിച്ച സി എന്ന് കൊടുക്കുന്നു, അടിയിലുള്ള ആംഗിൾ. അതേപോലെ ഇവിടെയുള്ള ആംഗിൾ, ഇത് ഡി ആണെങ്കിൽ ഇതും ഡി ആയിരിക്കും. ഇങ്ങനെ 8 പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ് നമുക്ക് കിട്ടും. 4 പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ്, 8 ആംഗിൾസ് കിട്ടും, 4 പെയർ. ഓക്കെ, ഈ ആംഗിൾസ് ഒക്കെ ഈക്വൽ ആയിരിക്കും. ഏതൊക്കെയാ ഈക്വല്? ഇവിടെയുള്ള ഈ എയും ഈ എ എന്ന ആംഗിളും ഈ ബി എന്ന് മെൻഷൻ ചെയ്ത ഈ ആംഗിളും ഈ ബി എന്ന് മെൻഷൻ ചെയ്ത ആംഗിളും ഈക്വൽ ആണ്. അതുപോലെ ഈ സി എന്ന് മെൻഷൻ ചെയ്ത അടിയിലുള്ള ഈ ആംഗിളും ഈക്വൽ ആണ്. ഇവിടെ കാണുന്ന ഈ ഡി എന്ന് കാണിച്ച ഈ ആംഗിളും ഈക്വൽ ആണ്. ഇത് നിർബന്ധമായിരിക്കും നാം അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ എന്താ തന്നിട്ടുള്ളത്? ഇവിടെയുള്ള ഈ ആംഗിള് 50. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഞാൻ പേര് കൊടുക്കുകയാണ്. ഈ ആംഗിൾ എ, ഈ ആംഗിൾ ബി, ഈ ആംഗിൾ സി. ഓക്കെ, എ ബി സി. ദെൻ ഈ ആംഗിൾ ഡി, ഈ ആംഗിൾ ഇ, ഈ ആംഗിൾ എഫ്. ഈ ആംഗിൾസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് ഇവിടെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഏതൊക്കെയാന്ന് നോക്കാം. 50ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ ഏതാണ്? യെസ്, ഈ സി 50 ആണ്. എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾ ആണല്ലോ. ഓക്കെ, ഈ 110ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ ഏതാണ്? എഫ്. അപ്പൊ നമുക്കിവിടെ എഴുതി വെക്കാം എ ബി സി ഡി ഇ എഫ്. ഈ ആംഗിൾസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ എന്താണ്? സി 50 ആണെന്ന് കിട്ടി. എന്തുകൊണ്ട്? കറസ്പോണ്ടിങ് ആംഗിൾ ആണ്. ഇവിടെ തന്നിട്ടുണ്ട് ഇത് 50 ആണെന്ന്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ ആണ് സി. അതേപോലെ ഈ 110ന് കറസ്പോണ്ട് ആയിട്ടുള്ള ആംഗിൾ ഏതാണ്? ഈ എഫ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? 110 അത് കിട്ടി. ബാക്കിയുള്ളത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? ലീനിയർ പെയർ എന്നുള്ള പ്രോപ്പർട്ടി ഉപയോഗിച്ച്. ലീനിയർ പെയർ എന്തായിരുന്നു? ഒരു ലൈന് വേറൊരു ലൈന് വന്ന് ഇങ്ങനെ കട്ട് ചെയ്യുമ്പം ഏതെങ്കിലും ഈ 2 ആംഗിൾസും ആഡ് ചെയ്താൽ 180 കിട്ടും എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ 50 ആണെങ്കിൽ ഈ എ കണ്ടുപിടിക്കാലോ. ഇവിടെ ഒരു ലീനിയർ പെയർ ഫോം ചെയ്തല്ലോ. യെസ്, അപ്പൊ നമുക്ക് പറയാം ഈ എ എന്നുള്ള ആംഗിൾ എങ്ങനെ പറയാൻ സാധിക്കും? 1 മിനിറ്റ്. എ ഈക്വൽ ടു 180 മൈനസ് 50 ആണല്ലോ, ലീനിയർ പെയർ ആയതുകൊണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം ഇത് എത്രയാ? 130 ഡിഗ്രി. അപ്പൊ എ എന്നുള്ള ആംഗിൾ നമുക്ക് 130 ഡിഗ്രി ആണെന്ന് കിട്ടി. ഈ എന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ ചോദിച്ചിട്ടില്ല. ഓക്കെ, ഇനി ബി എന്നുള്ള ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? ഈ ബി
യെസ്, ഇവിടെയും ഒരു ലീനിയർ പെയർ കണ്ടോ. ഞാൻ ഇങ്ങോട്ട് മാറ്റി വരക്കാം. അതേപോലെ ഇവിടെ ഈ സി എന്നുള്ള ആംഗിൾ നമുക്ക് 50 ആണെന്ന് കിട്ടി. അപ്പൊ ഇവിടെ ഒരു ലീനിയർ പെയർ, ഇത് രണ്ടും തമ്മിൽ ഒരു ലീനിയർ പെയർ ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ് ബി എന്നുള്ള ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കുക? അവിടെയുള്ള ലീനിയർ പെയർ 180 മൈനസ് 50. അപ്പോൾ ബി ഈക്വൽ ടു 180 മൈനസ് 50. ദാറ്റ് മീൻസ് 130. അപ്പൊ നമുക്ക് ബി എന്നുള്ള ആംഗിളും 130 ഡിഗ്രി ആണെന്ന് കിട്ടി. ഓക്കെ, അതേപോലെ ഡി, ഈ ഡി എന്നുള്ള ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? ഈ ഡി എന്നുള്ള ആംഗിൾ ഇവിടെയും ഒരു ലീനിയർ പെയർ കണ്ടോ. ആ പിക്ചർ ഞാൻ ഇങ്ങോട്ട് വരക്കാം. ഈ ആംഗിൾ 110 ആണ്, ഇവിടെ ഡി ആണ്. അപ്പൊ ഡി എന്ന് പറയുന്ന ആംഗിൾ എങ്ങനെ ലീനിയർ പെയർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം? ഡി ഈക്വൽ ടു 180 മൈനസ് 110. ദാറ്റ് മീൻസ് 70 ഡിഗ്രി. ഡി എന്നുള്ള ആംഗിൾ നമുക്ക് 70 ഡിഗ്രി ആണെന്ന് കിട്ടി. ഓക്കെ, അതേപോലെ ഈ ഡി എന്നുള്ള ആംഗിൾ 70 ഡിഗ്രി ഇവിടെ എഴുതി. ഇനി ഇ എന്നുള്ളതും എഫ് എന്നുള്ള ആംഗിളും കിട്ടണം. അതിനു വേണ്ടി നാം ഈ ആംഗിളിനെ, ഈ ലൈൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരക്കുകയാണ്. ഇവിടെ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരക്കുകയാണ്. അപ്പൊ ഇവിടെയുള്ള ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇങ്ങനെ ഇവിടെയുള്ള ഈ ലൈന് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെയും ഒരു ലീനിയർ പെയർ ഉണ്ടല്ലോ. ഇത് 110 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? രണ്ടും ലീനിയർ പെയർ ആയത് കാരണം 180 സബ്ട്രാക്ട് ചെയ്താൽ എത്ര കിട്ടും? 70 ആണെന്ന് കിട്ടും. ഇവിടെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്താൽ ഇവിടെയുള്ള ഒരു ആംഗിൾ 70 ആണെന്ന് കിട്ടും. ആ 70 ആയിരിക്കുമല്ലോ ഇവിടെയുള്ള ഈ ആംഗിളും. ഇവിടെ ഈ ഇ എന്ന് പറയുന്ന ആംഗിളും ഈ 70യും എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾ ആയിരിക്കുമല്ലോ. യെസ്, അപ്പൊ നമുക്ക് ആ ഇ എന്നുള്ള ആംഗിൾ 70 ഡിഗ്രി ആണെന്ന് കിട്ടി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എല്ലാ ആംഗിൾസും കിട്ടിയല്ലോ. എ ബി സി ഡി ഇ എഫ് എല്ലാ ആംഗിൾസും കിട്ടി. അപ്പൊ ഈ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് ലീനിയർ പെയറിന്റെ പ്രോപ്പർട്ടിയും അതേപോലെ കറസ്പോണ്ടിങ് ആംഗിൾസിന്റെ പ്രോപ്പർട്ടിയും. ഓക്കെ, അപ്പൊ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ? എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഇൻ എ പോളിഗൺ വിത്ത് ഓൾ ആംഗിൾസ് ഈക്വൽ, one outer angle is twice an inner angle. Find out how much is each of its angle. Second question, how many sides does it have? ഇതാണ് ക്വസ്റ്റ്യൻസ്. ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ സാധിക്കും? ഇവിടെ തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് എന്താണ്? ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ഇരട്ടിയാണ് ഇന്നർ ആംഗിൾസിന്റെ. വൺ ഔട്ടർ ആംഗിൾ ഈസ് ട്വൈസ് ദ ഇന്നർ ആംഗിൾ. പിന്നെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഹൗ മച്ച് ഈസ് ഈച്ച് ഓഫ് ഇറ്റ്സ് ആംഗിൾ. ഓരോ ആംഗിൾസും എത്രയാണ്? എല്ലാ ആംഗിളും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. ഇൻഫർമേഷൻ തന്നിട്ടുള്ളത് എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. അതുകൂടാതെ എന്താ തന്നിട്ടുള്ളത്? വൺ ഔട്ടർ ആംഗിൾ ഈസ് ട്വൈസ് ദ ഇന്നർ ആംഗിൾ. അപ്പൊ നമ്മളിവിടെ ഇന്നർ ആംഗിൾ, ലെറ്റ് ദ ഇന്നർ ആംഗിൾ ബി. ലെറ്റ്, നമുക്ക് ഇന്നർ ആംഗിൾ അറിയില്ല, അപ്പൊ നമ്മൾ അത് ഒരു വേരിയബിൾ ആയിട്ട് എടുക്കുന്നു. ലെറ്റ് ദ ഇന്നർ ആംഗിൾ ഈക്വൽ ടു എക്സ്. ഇന്നർ ആംഗിൾ എക്സ് ആയിട്ട് എടുക്കുന്നു. അപ്പൊ ഇന്നർ ആംഗിൾ എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഔട്ടർ ആംഗിൾ? ഔട്ടർ ആംഗിൾ ഈസ് ട്വൈസ് ദ ഇന്നർ ആംഗിൾ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഔട്ടർ ആംഗിൾ ഈക്വൽ ടു ട്വൈസ് എന്ന് പറയുന്നത് അതിന്റെ 2 മടങ്ങ്, ഡബിൾ. ഓക്കെ, 2x. ഇവിടെ എന്തിനു വേണ്ടിയിട്ട് ഇന്നർ ആംഗിൾ എക്സ് ആയിട്ട് എടുത്തത്? അത് തന്നിട്ടില്ല. ഇന്നർ ആംഗിളും തന്നിട്ടില്ല, ഔട്ടർ ആംഗിളും തന്നിട്ടില്ല. ബട്ട് they only give the relations here. Okay, അപ്പൊ എക്സും 2x ആയിട്ട് എടുത്തു. പിന്നെ നമുക്ക് വേറെന്താ തന്നിട്ടുള്ള? വേറൊരു ഇൻഫർമേഷനും തന്നിട്ടുള്ള ആംഗിൾസ് എല്ലാം ഈക്വൽ ആണെന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. പക്ഷെ നമുക്കറിയാം ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും തമ്മിലുള്ള റിലേഷൻ എന്താണ്? സപ്പോസ് ഒരു ട്രയാംഗിൾ, ഒരു പോളിഗണിന്റെ ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും തമ്മിലുള്ള റിലേഷൻ ഇത് ഔട്ടർ ആംഗിൾ ആണെങ്കിൽ ഇത് രണ്ടും അത് ലീനിയർ പേഴ്സ് ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ്? 180 ആണ്. അപ്പൊ നമുക്ക് എഴുതാം ഇന്നർ ആംഗിൾ എത്രയാണ്? എക്സ് പ്ലസ് 2x എത്രയായിരിക്കും? 180 ഡിഗ്രി ആണെന്ന് അറിയാം. എന്തുകൊണ്ടാ? അവിടെ ഒരു ലീനിയർ ഫോമും ഇവിടെ ഒരു ലീനിയർ പെയർ ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഒരു ലീനിയർ പെയർ ഫോം ചെയ്യും. അപ്പൊ എക്സ് പ്ലസ് 2x ഈക്വൽ ടു 180. സോ 3x is equal to 180 degree. X is equal to 180. ഈ 3 into 3
ഇങ്ങനെ സൈഡിലേക്ക് വരുമ്പോൾ അതെന്താവും ഡിവൈഡഡ് ബൈ 3 ആയി മാറും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എക്സ് കിട്ടുമല്ലോ. എക്സ് എത്രയാണ്? എക്സ് ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി. അപ്പോൾ ഇവിടെ നമുക്ക് ഇന്നർ ആംഗിൾ കിട്ടി. ഇന്നർ ആംഗിൾ എക്സ് ആയതുകൊണ്ട് 60 ആണെന്ന് കിട്ടി. ഔട്ടർ ആംഗിൾ എത്രയാണ്? 2x ആണ് നമ്മൾ എടുത്തത്. 2x. സോ 2 into 60 ഡിഗ്രി that is equal to 120 ഡിഗ്രി. ഇത് ഔട്ടർ ആംഗിൾ, ഇത് ഇന്നർ ആംഗിൾ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. ഹൗ മച്ച് ഈസ് ഈച്ച് ഓഫ് ഇറ്റ്സ് ആംഗിൾ? ഓരോ ആംഗിളും എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. പിന്നെന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? സൈഡ്സ്. ഇതിന്റെ സൈഡുകൾ എത്രയാണെന്ന് ഫൈൻഡ് ചെയ്യണം. അതിനുവേണ്ടി സൈഡ്സ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി വേറെ ഒന്നും തന്നിട്ടുള്ള ഒരു ആംഗിൾ 60 ആണെന്ന് നമുക്കിപ്പോൾ കിട്ടി. എല്ലാ ആംഗിൾസും ഈക്വൽ ആണെന്നും തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇന്നർ ആംഗിൾസ്, സം ഓഫ് ദ ഇന്നർ ആംഗിൾസ് എങ്ങനെയാ ഫൈൻഡ് ചെയ്യുക? ഒരു n സൈഡഡ് പോളിഗണിന്റെ സം ഓഫ് ഇന്നർ ആംഗിൾസ് നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? സം ഓഫ് ഇന്നർ ആംഗിൾ ഈക്വൽ ടു n-2 into 180. ഇത് പഠിച്ചിട്ടുണ്ടല്ലോ. ഇതിന്റെ സൈഡിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു ആംഗിൾ കിട്ടുമല്ലോ. കിട്ടൂലേ? ഒരു ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി കിട്ടുമല്ലോ. അതായത് ഇന്നർ ആംഗിൾസിന്റെ സമ്മിനെ അതിന്റെ ഒരു സൈഡ് ഉണ്ട്. എല്ലാ ആംഗിൾസും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ടോട്ടൽ ആംഗിൾ, എക്സാമ്പിൾ ആയിട്ട് ഒരു ത്രികോണം, ഒരു ട്രയാങ്കിളിന്റെ ടോട്ടൽ ആംഗിൾസ് എത്രയാണ്? 180 ആണ്. അപ്പൊ എല്ലാ ആംഗിളും ഈക്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ടോട്ടൽ ഇന്നർ ആംഗിളിന് ഇതിന്റെ സൈഡ്സിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ? 60. എല്ലാ ആംഗിൾസും ഈക്വൽ ആയ ഒരു ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ 60 ആണെന്ന് നമുക്കറിയാം. അതെങ്ങനെ ഫൈൻഡ് ചെയ്യുന്നത്? സം ഓഫ് ഇന്നർ ആംഗിൾസ് ഡിവൈഡഡ് ബൈ 3. ഇവിടെ നമുക്ക് സൈഡ്സ് അറിയില്ല. അപ്പൊ നമ്മൾ ആ ഇക്വേഷൻ ഉപയോഗിക്കുന്നു. ഇന്നർ ആംഗിൾസിന്റെ സൈഡിന്റെ ഇക്വേഷൻ, n സൈഡഡ് പോളിഗണിന്റെ ഇന്നർ ആംഗിൾസിന്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ n-2 into 180. അതിനെ n-നെ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 60 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് n ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഡിവൈഡഡ് ബൈ n ഇന്നർ സൈഡിലേക്ക് കൊണ്ടുപോകാണ്. n-2 into 180 ഈക്വൽ ടു 60n. ഞാനിവിടെയുള്ള ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. 180 into n മൈനസ് 2 into 180 360 ഈക്വൽ ടു എത്രയാണ്? 60n. ഓക്കെ, ഇതിൽ നിന്നും ഈ n ഒരേ സൈഡിലേക്ക് കൊണ്ടുവരിക. n-ഉള്ള നമ്പേഴ്സ് ഒരേ സൈഡിലേക്ക് കൊണ്ടുവരിക. അതായത് 180n മൈനസ് ഈ 60n ഈ സൈഡിലേക്ക് കൊണ്ടുവരുന്നതാണ്. 60n ഈക്വൽ ടു ഈ 360 ഇങ്ങേ സൈഡിലേക്ക് കൊണ്ടുവരും. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടും 180n മൈനസ് 60n ഈക്വൽ ടു 360. ഇതിൽ നിന്ന് 180n മൈനസ് 60n എത്രയാണ്? 120n ഈക്വൽ ടു 360. സോ n എങ്ങനെ കണ്ടുപിടിക്കാം? n ഈക്വൽ ടു ഈ 360 ഡിവൈഡഡ് ബൈ ഇവിടെയുള്ള ഇൻറ്റു 120 ഈ സൈഡിലേക്ക് വരുമ്പോൾ അതെന്താവും? ഡിവിഷൻ ആവും. അപ്പൊ എത്രയാണ് ആൻസർ? n ഈക്വൽ ടു 3. അപ്പോൾ ഇവിടെയുള്ള രണ്ട് ആൻസറും ആയല്ലോ. ഓരോ ആംഗിൾസും 60 ഡിഗ്രി ആണ്. അതേപോലെ ഒരു സൈഡ് 3 ആണ്. ഇവിടെ ആംഗിൾസ്, ഓരോ ആംഗിൾസും ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ റിലേഷൻ തന്നിട്ടുള്ളതായിരുന്നു? ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും. അത് രണ്ടും ലീനിയർ പെയർ ആയിരിക്കും. അതുകൊണ്ട് 180 ഉപയോഗിച്ച് ഈ ഈച്ച് ആംഗിൾ കണ്ടുപിടിച്ചു. അതേപോലെ ഇതിന്റെ സൈഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു ആംഗിൾ കിട്ടിയത് കാരണം n സൈഡഡ് പോളിഗണിന്റെ ഇന്റീരിയർ ആംഗിൾസിന്റെ സമ്മ അത് ഡിവൈഡഡ് ബൈ n കണ്ടപ്പോൾ അത് എന്തായിരിക്കും? ഒരു ആംഗിൾ ആയിരിക്കും. അത് ഇക്വേറ്റ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് n കണ്ടുപിടിച്ചു. അപ്പൊ ഈ ആൻസർ മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ? ദ സം ഓഫ് ദ ഔട്ടർ ആംഗിൾ ഓഫ് എ പോളിഗൺ ഈസ് ട്വൈസ് ദ സം ഓഫ് ദ ഇന്നർ ആംഗിൾസ്. ഹൗ മെനി സൈഡ്സ് ഡസ് ഇറ്റ് ഹാവ്? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ക്വസ്റ്റ്യന് തന്നിട്ടുള്ളത് എന്താണ്? സം ഓഫ് ഔട്ടർ ആംഗിൾ ഈക്വൽ ടു ട്വൈസ് ദ സം ഓഫ് ഇന്നർ ആംഗിൾസ്. ഇതാണ് തന്നിട്ടുള്ളത്. നമുക്കറിയാം ഒരു പോളിഗണിന്റെ സം ഓഫ് ഔട്ടർ ആംഗിൾ എത്രയാണ്? 360 ഡിഗ്രി ആണ്. അത് ഏതൊരു പോളിഗൺ ആണെങ്കിലും അത് 360 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. 360 ഡിഗ്രി ഈക്വൽ ആണ് എന്തിന്? ട്വൈസ് ദ സം ഓഫ് ഇന്നർ ആംഗിൾ. സം ഓഫ് ഇന്നർ ആംഗിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? n
സൈഡഡ് പോളിഗൺ ആണെങ്കിൽ n-2 ഇൻറ്റു 180 ആണ്. അപ്പോൾ ഇതിൻ്റെ ട്വൈസ് ദ സം ഓഫ് ഇന്നർ ആംഗിൾ. അപ്പോൾ 2 ഇൻറ്റു n-2 ഇൻറ്റു 180, അതായത് ട്വൈസ് വന്നതുകൊണ്ടാണ് ഞാനിവിടെ 2 കൊടുത്തത്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇൻഫർമേഷൻ. അപ്പോൾ ഇത് ഞാൻ മാറ്റി എഴുതാണ്. നമുക്ക് സൗകര്യത്തിന് വേണ്ടി ഈ ഭാഗത്തുള്ളതൊക്കെ ഇവിടെ എഴുതാൻ പോവാണ്. 2 ഇൻറ്റു n-2 ഇൻറ്റു 180 ഈക്വൽ ടു 360 ഡിഗ്രി. ഒന്നും ചെയ്തില്ല, ഈ ഭാഗത്തുള്ള ഈ ഭാഗത്ത് എഴുതി, ഈ 360 ഈ ഭാഗത്തും എടുത്തെഴുതി. ഓക്കെ, ഇനി നമ്മൾ ഈ ബ്രാക്കറ്റിനെ ബ്രേക്ക് ഔട്ട് ചെയ്യാണ്. 2n-2 ഇൻറ്റു 2 4 ഇൻറ്റു 180 ഈക്വൽ ടു 360. നമുക്കെന്താ കണ്ടുപിടിക്കേണ്ടത്? എത്ര സൈഡ്സ് ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ 2n-4 ഇവിടെ വെച്ചതിന് ശേഷം ഈ 180 അങ്ങേ സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ 360 ഡിവൈഡഡ് ബൈ 180, ഈ ഇൻറ്റു ഈ സൈഡിലേക്ക് പോകുമ്പോൾ ഡിവിഷനായി മാറും. 2n-4 ഈക്വൽ ടു 360 ഡിവൈഡഡ് ബൈ 180 എത്രയാണ്? 2. അപ്പോൾ 2n ഈക്വൽ ടു എത്രയാണ്? 2 + 4. സോ 2n ഈക്വൽ ടു 2 + 4 എത്രയാണ്? 6. ദിസ് ഇംപ്ലൈസ് n ഈക്വൽ ടു 6 divided by 2. That means n equal to 3. അപ്പോൾ എത്ര സൈഡ് ഉണ്ട് ഈ പോളിഗണിന്? സം ഓഫ് ഔട്ടർ ആംഗിൾ ട്വൈസ് ദ സം ഓഫ് ഇന്നർ ആംഗിൾ ആയിട്ടുള്ള ഒരു പോളിഗണിന് എത്ര സൈഡ് ഉണ്ട്? 3 സൈഡ് ഉണ്ട്. ഇതാണ് ആൻസർ. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൽ തന്നിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്താണ്? അതായത് സം ഓഫ് ഔട്ടർ ആംഗിൾ ഇന്നർ ആംഗിൾസിന്റെ സമ്മിന്റെ ഹാഫ് ആണെങ്കിൽ എന്തായിരിക്കും സൈഡ്സ്? അപ്പോൾ എങ്ങനെ കാണാൻ സാധിക്കും? ഇവിടെ നമുക്ക് സം ഓഫ് ഔട്ടർ ആംഗിൾസ് എന്താണ്? സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഈക്വൽ ടു 360 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. അതേപോലെ ഹാഫ് ദ സം ഓഫ് ദ ഇന്നർ ആംഗിൾ നേരത്തെ ട്വൈസ് അല്ലേ, അപ്പൊ 2നെ കൊണ്ട് ഇൻറ്റു ചെയ്തു. ഇവിടെ ഹാഫ് ആയതുകൊണ്ട് ഹാഫ് ഇൻറ്റു സം ഓഫ് ദ ഇന്നർ ആംഗിൾ എന്താണ്? n-2 ഇൻറ്റു 180. നേരത്തെ ട്വൈസ് ആയത് കാരണം 2നെ കൊണ്ട് ഇൻറ്റു ചെയ്തു, ഇപ്പൊ ഹാഫ് ആയത് കാരണം ഹാഫിനെ കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പൊ നമുക്ക് എഴുതാം ഹാഫ് ഇൻറ്റു n-2 ഇൻറ്റു നേരത്തെ ചെയ്ത അതേപോലെ ചെയ്യുകയാണ് 180 ഈക്വൽ ടു 360 ഡിഗ്രി. ഓക്കെ, ഈ 180 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 180 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു n-2 ഈക്വൽ ടു 360 ഡിഗ്രി. 180 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 90. 90 ഇൻറ്റു n-2 ഈക്വൽ ടു 360 ഡിഗ്രി. സോ n-2 ഈക്വൽ ടു എത്രയാണ്? 360. ഇവിടെയുള്ള ഇൻറ്റു ഈ സൈഡിലേക്ക് വരുമ്പോൾ ഡിവിഷൻ ആവും, ഡിവൈഡഡ് ബൈ 90. സോ n-2 ഈക്വൽ ടു 360 ഡിവൈഡഡ് ബൈ 90 എത്രയാണ്? 4. സോ n is equal to 4 plus 2 equal to 6. അതായത് ഔട്ടർ ആംഗിൾസ് സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഇന്നർ ആംഗിൾസിന്റെ ഹാഫ് ആവുകയാണെങ്കിൽ നമുക്ക് n എത്ര കിട്ടും? 6 കിട്ടും. അതേപോലെ തന്നെ ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സം ഓഫ് ഔട്ടർ ആംഗിൾ ഈക്വൽ ആണെങ്കിൽ, ഈക്വൽ ദ സം ഓഫ് ഇന്നർ ആംഗിൾസ് ആണെങ്കിൽ എന്തായിരിക്കും സൈഡ്സ്? എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാൻ സാധിക്കും? ഇവിടെ ഹാഫ് കൊടുക്കാതെ തന്നെ ചെയ്യാം. അപ്പൊ നോക്കാം, 360 ഈക്വൽ ആണ് എന്തിന്? സം ഓഫ് ഔട്ടർ ആംഗിൾ ഈക്വൽ ആണ് ഇന്നർ ആംഗിളിന്. അപ്പോൾ n-2 ഇൻറ്റു 180. അപ്പൊ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? n-2 ഇൻറ്റു 180. ഈ സൈഡിലുള്ള ഈ ഭാഗത്ത് എഴുതിയതിന് ശേഷം 360 എളുപ്പത്തിന് വേണ്ടി എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, സോ ഹിയർ n-2 ഈക്വൽ ടു 360. ഈ ഇൻറ്റു 180 ഈ സൈഡിലേക്ക് വരുമ്പോൾ എന്താകും? ഡിവിഷൻ ആവും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടാൻ സാധിക്കും? 360 ഡിവൈഡഡ് ബൈ 180 എത്രയാണ്? 2. n-2 ഈക്വൽ ടു 2. സോ n is equal to 2 plus 2. ഈ -2 ഈ സൈഡിലേക്ക് വരുമ്പോൾ പ്ലസ് ആയി മാറും.
n is equal to 2 plus 2, that is n equal to 4. അതായത് സം ഓഫ് ഔട്ടർ ആംഗിൾ ഇന്നർ ആംഗിൾസിന് ഈക്വൽ ആകുമ്പം സൈഡ്സ് 4 ആയിരിക്കും. ഇനി സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഹാഫ് ഓഫ് ദ സം ഓഫ് ഇന്നർ ആംഗിൾ ആണെങ്കിൽ നമുക്ക് സൈഡ്സ് 6 ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കിയുള്ള പ്രോബ്ലംസുമായിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ. Thanks for watching.